ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. അതെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് രക്ഷ സംഭവിക്കും. നിങ്ങളിപ്പോൾ എത്ര വലിയ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ ഒരു വചനം വിശ്വാസത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. കാരണം പ്രാർത്ഥനയുടെ കുറവ് മൂലമാണ് പല സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജോബ് 1-ാം തിരുവചനം. അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കർത്താവായ യേശുവേ, എന്നെയും എന്റെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തികളെ ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ നിർവീര്യമാക്കണമേ. എന്റെ ഈശോയെ, അങ്ങയുടെ കരുതലിന്റെ കരവലയത്തിലേക്ക് എന്നെയും പ്രിയപ്പെട്ടവരെയും തരുന്നു. അങ്ങറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ലെന്ന് ഞാൻ അറിയുന്നു. നസ്രായ ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലും എന്റെ കുടുംബത്തിനായി, ജോലിക്കായി, പഠനത്തിനായി, പലവിധ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങേണ്ടി വരുമ്പോഴും എന്നെയും പ്രിയപ്പെട്ടവരെയും അങ്ങേ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. അവിടുന്ന് എന്റെ അഭയ സങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. എനിക്ക് ആശ്രയിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. അങ്ങേ ചിറകിൻ കീഴിൽ എന്നെ കാത്തുകൊള്ളണമേ. എന്റെ ഈശോയെ, നിന്റെ സാന്നിധ്യം എന്നും എന്റെ കൂടെ വേണം. നിന്റെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് സംരക്ഷണ കോട്ടയായി നിൽക്കണം. നിന്റെ വചനം എന്നെ വഴി നടത്തുകയും ഞാൻ അതിൽ ആനന്ദം കണ്ടെത്തുകയും എന്റെ കാലുകൾക്ക് അത് പ്രകാശമാവുകയും വേണം. നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞ് അധികാരത്തോടെ എന്നെ വഴി നടത്തി മുന്നോട്ട് വഴി നടത്തണം. ഇതാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ
വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ. വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ. ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ. കാൽവരിയിൽ എനിക്കു വേണ്ടി രക്തം ചിന്തി മരിച്ച യേശുവേ, എന്നെ വില കൊടുത്തു വാങ്ങിയ യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ആ തിരുരക്തത്തിൽ എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും കഴുകണമേ, സുഖപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ തിരുരക്തത്തിന്റെ സംരക്ഷണം നിരന്തരം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങൾക്കു നൽകണമേ. അങ്ങിലുള്ള വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. അങ്ങയുടെ രാജ്യം ഞങ്ങളിൽ വളർത്തണമേ. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കു നൽകണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അങ്ങയുടെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും അങ്ങയോട് കൂടി ആയിരിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. കർത്താവേ കനിയണമേ. മിശിഹായേ കനിയണമേ. കർത്താവേ കനിയണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ,
ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പന്തക്കുസ്ത ദിവസം ശ്ലീഹാന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കണമേ. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിവേകത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മശക്തിയുടെ കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവഭയത്തിന്റെ പ്രദീപമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സന്തോഷത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സൗമ്യതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മസംയമനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ,
ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദയയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വേദനകളിൽ ആശ്വാസമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യമായ പ്രകാശമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സന്തോഷമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പൊസ്തലന്മാരുടെ അധ്യാപകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല വിശുദ്ധരുടെയും ആനന്ദമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് ഉന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയാഭിഷേകവുമാകുന്നു. അങ്ങ് പിതാവിന്റെ വാഗ്ദാനവും 7 വിധദാനങ്ങളോടും കൂടിയവനുമാകുന്നു. അങ്ങേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങയെ ദർശിക്കാൻ സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.